ദുർഗ എന്ന് പറയുന്നൊരു ലേസർ വെപ്പൺ വികസിപ്പിക്കുകയാണ് DRDO. ഇത് ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടാവുകയാണ്. കാരണം മറ്റ് ആയുധങ്ങൾ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ശത്രുവിൻ്റെ പല വിധത്തിലുള്ള സംവിധാനങ്ങളെ ഈ ലേസർ ആയുധങ്ങൾ വഴി ഇല്ലാതാക്കാൻ പറ്റും എന്നുള്ളതാണ്. പുതിയ യുദ്ധതന്ത്രങ്ങളിൽ ഏത് രീതിയിലാണ് ഇത്തരത്തിലുള്ള ലേസർ ആയുധങ്ങൾ സഹായകരമാകുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? യുദ്ധവിമാനങ്ങളും ബോംബുകളും മിസൈലുകളും അതുപോലെ ഏറ്റവും ഒടുവിൽ ഡ്രോണുകളും വന്ന യുദ്ധമേഖല മാറുകയാണ്. ഇനി വരും കാലം ഹൈ എനർജി വെപ്പൺസിൻ്റെയും ലേസർ, അതായത് ശബ്ദവും ഇലക്ട്രോമാഗ്നറ്റിക് പൾസും ലേസറും ഒക്കെ ഉൾപ്പെടുന്ന ആ മേഖലയിലുള്ള ആയുധങ്ങളായിരിക്കും ഇനി വരുന്ന കാലത്ത് യുദ്ധത്തിനെ എപ്പോഴും സ്വാധീനിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. യുദ്ധത്തിൽ വിജയം ഇത്തരം ആയുധങ്ങൾ കൈവശമുള്ള രാജ്യത്തിനായിരിക്കും. ന്യൂക്ലിയർ ബോംബുകൾ പോലും ഇനി അപ്രസക്തമാകാൻ പോവുകയാണ്. അങ്ങനെയുള്ള അതിശക്തമായ ഒരു ആയുധമാണ് ദുർഗ 2. ഈ ദുർഗ 2 എന്ന് പറയുന്ന ഒരു ചുരുക്കപ്പേരാണ് ഡയറക്ഷൻലി അൺറെസ്ട്രിക്റ്റഡ് റേ ഗൺ ഫയറിംഗ് എന്നുള്ളതാണ്. എയറിംഗ്, അതായത് ഡയറക്ഷൻലി അൺറെസ്ട്രിക്റ്റഡ് റേ ഗൺ എയറിംഗ്. ഈ ഒരു ആയുധം ദുർഗ 2 100 കിലോവാട്ട് ശേഷിയുള്ള ലേസർ രശ്മി പുറപ്പെടുവിക്കാൻ കഴിയുന്ന ആയുധമാണ്. ഈ 100 കിലോവാട്ട് ശേഷിയുള്ള ഒരു ലേസറിന് വിമാനങ്ങളുടെ ഹള്ളിനെ തന്നെ ഇല്ലാതാക്കാൻ പറ്റും, അത് കരിച്ചു കളയാൻ പറ്റും, അല്ലെങ്കിൽ അതിൽ തുളയിടാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യയുടെ കൈവശമുള്ള ലേസർ ആയുധങ്ങളൊക്കെ തന്നെ പരമാവധി 30 കിലോവാട്ട് ശക്തിയുള്ളതാണ്. നമ്മൾ ആലോചിക്കേണ്ട, കഴിഞ്ഞ വർഷം 2025 ഏപ്രിലാണ് ഇന്ത്യ 30 കിലോവാട്ട് ശക്തിയുള്ള ലേസറിൻ്റെ എല്ലാ പരീക്ഷണങ്ങളും പൂർത്തിയാക്കിയതും നമ്മൾ അത് സൈന്യത്തിൻ്റെ ഭാഗമാക്കിയതും. ഇത് മുഖ്യമായിട്ടും ഡ്രോണുകൾക്കെതിരെയാണ്. ഡ്രോണുകൾക്കെതിരെ എന്ന് പറഞ്ഞാൽ ഡ്രോണിൻ്റെ സെൻസറുകളെയും ഇലക്ട്രിക്കൽ സിസ്റ്റത്തിനെയും ഒക്കെ തകരാറിലാക്കുകയാണ് ഇത് ചെയ്യുന്നത്. ഫിസിക്കലി ആ ഡ്രോണിനെ കരിച്ചു കളയാനുള്ള ശേഷി 30 കിലോവാട്ട് ശക്തിയുള്ള ലേസറിന് പലപ്പോഴും കാണില്ല. എന്നാൽ അതേസമയം ക്രൂയിസ് മിസൈൽ ഉൾപ്പെടെയുള്ളവയുടെ ഇലക്ട്രോണിക് സംവിധാനങ്ങൾക്ക് തകരാറ് വരുത്താൻ ആ ലേസറിന് കഴിയും. പക്ഷെ 100 കിലോവാട്ട് ശക്തിയുള്ള ലേസറിൻ്റെ കാര്യം വരുമ്പോൾ അത് അങ്ങനെയല്ല. അത് വിമാനങ്ങളെ ഉൾപ്പെടെ അതിൽ ഫിസിക്കൽ ഹാം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഹള്ള് എന്ന് പറയുന്ന ഭാഗം ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ അവിടെ തുളയിടാൻ അതൊക്കെ കഴിവുള്ള ഒരു ശക്തിമത്തായ ലേസറാണ് ഈ 100 കിലോവാട്ട് ലേസർ. ഈ ലേസർ 2-3 ദിവസത്തിനുള്ളിൽ ഇന്ത്യയുടെ ഡിസ്ട്രോയർ കപ്പലായ വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയറിൽ നിന്നും പരീക്ഷിക്കുമെന്നാണ് ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നത്. അതിൻ്റെ അർത്ഥം കരയിലെ പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയെന്ന് തന്നെയാണ്. കാരണം കപ്പലിൽ വെച്ചിത് പരീക്ഷിക്കുന്നത്, കപ്പൽ ഒരു നീങ്ങുന്ന മൂവ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം, അങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും ഒരു ആയുധം പരീക്ഷിക്കുന്നത്, ആയുധത്തിൻ്റെ കൃത്യത, ആയുധം ഇത്ര മിനിറ്റിനുള്ളിൽ, അതായത് ശത്രുവിൻ്റെ ഒരു കപ്പലും അതേസമയം മൂവ് ചെയ്യുമായിരിക്കുമല്ലോ. അപ്പോൾ കൃത്യമായിട്ട് ആ കാൽക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട കമ്പ്യൂട്ടർ സംവിധാനങ്ങളുടെയും അത്തരം കാൽക്കുലേഷൻ്റെയും കൃത്യത പരിശോധിക്കാനാണ് കപ്പലിൽ നിന്നും സഞ്ചരിക്കുന്ന ഒരു കപ്പലിൽ നിന്നും സഞ്ചരിക്കുന്ന മറ്റൊരു ടാർഗറ്റിലേക്ക് ഈ ആയുധങ്ങൾ പരീക്ഷിക്കുന്നത്. അതിനർത്ഥം അത് കരയിൽ നിന്നും പരീക്ഷിച്ച ആ ആയുധത്തിൻ്റെ ശക്തി പൂർണ്ണമായിട്ടും നമ്മൾ അംഗീകരിച്ചു, അത് വിജയിച്ചു എന്നുള്ളതാണ്. അതായത് കുറച്ചുകൂടി ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞാൽ, ദുർഗ ലേസറിൻ്റെ പരീക്ഷണം കരയിൽ നിന്നും ഉള്ള പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് കരുതണം. സർക്കാർ ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു അവകാശവാദവും നടത്തിയിട്ടില്ല. ഇത് കുറച്ച് രഹസ്യമായിട്ട് സൂക്ഷിക്കുന്ന ഒരു പദ്ധതിയാണ്. സർക്കാർ പുറത്തുവിട്ട വിവരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ നിന്ന് നമ്മൾ ചില ഊഹാപോഹങ്ങൾ നടത്തി എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ രാജ്യ സുരക്ഷയെ ലംഘിച്ചിട്ടൊന്നുമില്ല. അത് ഒന്ന് വ്യക്തമാക്കാനാണ് ഞാനത് പറഞ്ഞത്. അങ്ങനെ സംശയിക്കുന്ന ആൾക്കാർ കാണും ഇത് കേൾക്കുമ്പോൾ. അപ്പോൾ 100 കിലോവാട്ട് ശക്തിയുള്ള ഈ ലേസർ നമ്മളുടെ കൈവശം എത്തുമ്പോഴേക്കും നമ്മൾ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും മുൻനിര രാജ്യമായിട്ട് മാറുകയാണ്. ഇസ്രായേലും ഇന്ത്യയുമാണ് ഇക്കാര്യത്തിൽ ഏറ്റവും ശക്തി. ചൈനയുമുണ്ട്. US ഇത്തരം ഡയറക്റ്റഡ് എനർജി വെപ്പൺസിൻ്റെ കാര്യത്തിൽ
US അല്പം പിറകിലാണ്. ഉം. റഷ്യ ആണെങ്കിലും ആ ഒരു വലിയ മുന്നേറ്റം, ഹൈപ്പർസോണിക് ആയുധങ്ങളുടെ കാര്യത്തിൽ റഷ്യ മുന്നേറ്റം നടത്തിയെങ്കിലും ലേസർ അല്ലെങ്കിൽ ഡയറക്റ്റഡ് എനർജി വെപ്പണിന്റെ കാര്യത്തിൽ ഇത്ര മുന്നേറ്റം നടത്തിയിട്ടില്ല. അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ആയുധങ്ങളുടെ ഒരു മേഖലയിൽ ഇന്ത്യ 1ാം സ്ഥാനത്തേക്ക് കുതിക്കുകയാണ്. അതാണ് ഈ ഡയറക്റ്റഡ് എനർജി വെപ്പൺ ആയിട്ടുള്ള കാളി അല്ലെങ്കിൽ ദുർഗ. ഇത്തരം ആയുധങ്ങളൊക്കെ തന്നെ നമ്മുടെ ആ ഉയർന്നു വരുന്ന ഒരു പുതിയ മേഖലയിൽ നമ്മുടെ ശക്തി വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും അത് സൂചിപ്പിക്കുന്നു. അതാണ് ഈ ദുർഗയുടെ പ്രത്യേകത. ഈ ദുർഗ മുഖ്യമായിട്ടും കപ്പലുകൾക്ക് ഉള്ള പ്രയോജനം, കപ്പലിന് നേരെ സ്വാം ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകാറുണ്ട്. അതായത് കൂട്ടത്തോടെ ഒരു 40ഓ 50ഓ ഡ്രോണുകൾ എത്തിയിട്ട് ഒരു കപ്പലിനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അത്തരം ആ ഒരു ശ്രമങ്ങളെ പരാജയപ്പെടുത്തണമെങ്കിൽ പരമ്പരാഗത മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിന് പരിമിതികളുണ്ട്. കാരണം ഈ പരമ്പരാഗത മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിലൂടെ ഏതെങ്കിലുമൊക്കെ ഡ്രോണുകൾ അതിനെ ഭേദിച്ച് കപ്പലിൽ പതിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത്തരം ലേസറുകൾക്ക് 50ഓ 100ഓ എന്നുള്ളത് ഒരു പ്രശ്നമല്ല. അതിന് പ്രത്യേകിച്ച് ഒരു ചെലവുമില്ല. അതുപോലെ ഈ ഡ്രോൺ യുദ്ധത്തിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത്, ഡ്രോൺ അയക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രോണിന്റെ വില വളരെ കുറവാണ്. കുറച്ച് $1000 ആയിരിക്കും. പക്ഷെ അത് ലക്ഷ്യം വെക്കുന്ന ടാർഗറ്റ് ആകട്ടെ കോടിക്കണക്കിന് ഡോളറിന്റെ മൂല്യമുള്ള ഒരു ടാർഗറ്റ്, ഒരു വിമാനവാഹിനി കപ്പൽ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രോയർ കപ്പലൊക്കെ ആയിരിക്കും. അതായത് വളരെ ചെറിയ ചെലവിൽ വലിയ മൂല്യമുള്ള ഒരു ടാർഗറ്റിനെ നശിപ്പിക്കുകയാണ് ഡ്രോണുകൾ ചെയ്യുന്നത്. ഇവിടെ ഡ്രോണുകളെ പ്രതിരോധിക്കണമെങ്കിൽ ഈ ലേസറോ അല്ലെങ്കിൽ ഇതുപോലെ ഉള്ള ഡയറക്റ്റഡ് എനർജി വെപ്പൺ, അതായത് മൈക്രോവേവ് ഉൾപ്പെടെയുള്ള വെപ്പണുകളുടെ ആയുധങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത്തരം ആയുധങ്ങളൊക്കെ പറ്റുള്ളൂ. ഇവിടെ ദുർഗ ഒരു 100 കിലോവാട്ട് ശക്തിയുള്ള ഒരു ലേസർ എമിറ്റ് ചെയ്യുമ്പോൾ, പുറപ്പെടുവിക്കുമ്പോൾ അതിനിവിടെ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. ഈ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതും ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതും സിസ്റ്റം പ്രവർത്തിക്കാനുള്ള ഫ്യൂവലും, ഈ 2 കാര്യങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ. ഇത് ഒരു പൈസയും ചെലവില്ലാത്ത ഒരു സംവിധാനമാണ്. അതായത് ഡ്രോണുകളെക്കാൾ ചെലവ് കുറഞ്ഞ ഒരു സംവിധാനം ഉപയോഗിച്ച് ഡ്രോണുകളെ തകർക്കുന്നു. അപ്പോൾ ഹൈ എനർജി ടാർഗറ്റുകളെ, ഹൈ വാല്യൂ അസറ്റുകളെ, ഹൈ വാല്യൂ ടാർഗറ്റുകളെ ചെലവ് കുറഞ്ഞ രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഡ്രോണുകൾ ചെയ്യുന്നത്, ഈ ഡയറക്റ്റഡ് എനർജി വെപ്പൺസ് ചെയ്യുന്നത്. അതിനെ തകർക്കാൻ വരുന്ന ഡ്രോണുകളെ ഒറ്റയടിക്ക് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ ഇവയ്ക്ക് പറ്റും. ഈ ഒരു സംവിധാനം നമ്മുടെ എല്ലാ ഡിസ്ട്രോയർ കപ്പലുകളുടെയും ഭാഗമാകും എന്നാണ് ഇപ്പോൾ നേവി പറയുന്നത്. അതായത് ഇന്ത്യയുടെ ഡിസ്ട്രോയറുകളിൽ ആന്റി മിസൈൽ സിസ്റ്റം മാത്രമല്ല, ആന്റി എയർക്രാഫ്റ്റ് സിസ്റ്റം മാത്രമല്ല, ഈ പറയുന്ന ഡയറക്റ്റഡ് എനർജി വെപ്പൺസും ഉണ്ടാകും. ഭാവിയിലെ യുദ്ധങ്ങളിൽ നമ്മുടെ ഹൈ വാല്യൂ അസറ്റുകളായ നമ്മുടെ ഡിസ്ട്രോയറുകൾ, അതുപോലെ നമ്മുടെ വിമാനവാഹിനികൾ, ഇതൊക്കെ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യ ഒരു വലിയ മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് ഈ ദുർഗ എന്നുള്ള ആയുധം വികസിപ്പിച്ചെടുത്തതോടുകൂടി. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇന്ത്യ പലപ്പോഴും ആയുധങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ വളരെ പിന്നാക്കമായി. പല രാജ്യങ്ങളും 5ാം തലമുറ യുദ്ധവിമാനം ഉണ്ടാക്കിയപ്പോഴും നമ്മളൊരു 4.5 ജനറേഷൻ യുദ്ധവിമാനമായ തേജസ് MK-1 ഇതുവരെ ശരിയായ രീതിയിൽ പ്രൊഡക്ഷനിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. അപ്പോൾ പല രാജ്യങ്ങളോടും ഒപ്പം എത്തണമെങ്കിൽ നമ്മൾക്ക് ഇനി വർഷങ്ങൾ, ദശകങ്ങൾ എടുക്കും. അപ്പോഴേക്കും അവർ മുന്നേറി കഴിയും. ആ മേഖലയിൽ മുന്നോട്ട് പോകുന്നതിൽ നമുക്ക് പരിമിതികളുണ്ട്. പക്ഷെ നമുക്ക് ഇത്തരം പുതിയ മേഖലകൾ, ഇത് ഇന്ത്യയുടെ ഒരു സ്ട്രോങ് പോയിന്റ് ആണ്. ഇന്ത്യയുടെ ഒരു കരുത്താണ് ഇവിടെ തെളിയുന്നത്. ഇത്തരം കരുത്ത് ഉള്ള മേഖലകൾ പുതിയതായിട്ട് ശാസ്ത്രം വികസിക്കുമ്പോൾ പുതിയ പുതിയ ആയുധങ്ങളിലേക്ക് ലോകം മാറുമ്പോൾ ഇന്ത്യ അവിടെയെല്ലാം 1ാം സ്ഥാനത്ത് തന്നെയാണ്. അത് ഞാനീ പറഞ്ഞ EMP എന്ന് പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ് വെപ്പൺ, മൈക്രോവേവ് വെപ്പൺ, ഡയറക്റ്റഡ് എനർജിയുടെ വിവിധ രൂപങ്ങളിൽ, വിവിധ ഫോംസ്, അത് ഇൻക്ലൂഡിങ് ലേസർ, നമ്മൾ ലോകത്തിൽ 1ാം നിരയിൽ തന്നെ. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ്. വരും ദിവസങ്ങളിൽ ഇന്ത്യ ഈ ഒരു മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ 100 കിലോവാട്ട് ശക്തിയുള്ള ഈ ലേസർ വരും ദിവസങ്ങളിൽ ആദ്യപടിയായി 300 കിലോവാട്ട് ശക്തിയും പിന്നീട് 500 കിലോവാട്ട് ശക്തിയുള്ള ലേസറുകളുടെ വികസനത്തെ, അത് 2030ഓടുകൂടി അതിൻ്റെ എല്ലാം വികസനം പൂർത്തിയാക്കുമെന്ന് ഇന്ത്യ പറയുമ്പോൾ
നമുക്ക് അതിൽ അതിശയിക്കേണ്ട കാര്യമില്ല. കാരണം 30 കിലോ വാട്ട് ശക്തിയുള്ള ലേസർ ഒരു കൊല്ലം മുമ്പ് പരീക്ഷിച്ച് വിജയിച്ച് ഇപ്പോൾ നമ്മൾ 100 കിലോ വാട്ടിലേക്ക് എത്തിയിരിക്കുന്നെങ്കിൽ ഒരു മൂന്ന് കൊല്ലം കൊണ്ട് അത് 500 കിലോ വാട്ട് ശക്തിയുള്ള ലേസറുകളുടെ ഉൽപ്പാദനത്തിലേക്ക് നമ്മൾ എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് അത്തരം ലേസറുകളുടെ വികസിപ്പിച്ചെടുക്കുന്നതോടുകൂടി ഇന്ത്യക്ക് ഒരു തരത്തിൽ അണുബോംബ് പോലും ആവശ്യമില്ല എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക്, അത്തരം ഒരു ലേസർ ആകാശത്തിൽ നിന്നും ഭൂമിയിലേക്ക് പ്രയോഗിക്കുകയാണെങ്കിൽ കിലോമീറ്റർ കണക്കിന് ദൂരം അത് കരിച്ചു കളയാനും അവിടെ ഇനി ബാക്കി ഒന്നും അവശേഷിപ്പിക്കാതിരിക്കാനും അതുകൊണ്ട് പറ്റും. അതായത് ശത്രുവിൻ്റെ എത്ര വലിയ ശക്തി കേന്ദ്രങ്ങളെയും ഈ ലേസറിന്റെ ഉപയോഗത്തിലൂടെ നമുക്ക് തകർക്കാൻ പറ്റും. ഇന്ത്യ അഭിമാനകരമായ നേട്ടത്തിലേക്ക് കുതിക്കുന്നു. നമുക്കും അതിൽ ഒപ്പം സന്തോഷിക്കാം. പുതിയ വിവരങ്ങളുമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും പ്രേക്ഷകരെ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.